ആരാധ്യയായ അധ്യക്ഷയും MGMൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീമതി സനിയ ടീച്ചർ, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീമതി ഖദീജ നർഗീസ്, സെക്രട്ടറി ശ്രീമതി റാഹിദ ഖാലിദ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള എൻ്റെ പ്രിയങ്കരിയായ സുഹൃത്ത് ശ്രീമതി സഫിയ അലി, വേദിയിലിരിക്കുന്ന മറ്റ് മാന്യ മഹിളകളെ, ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയങ്കരികളായ സുഹൃത്തുക്കളെ, ഇപ്പം റൈറ്റ്സ് ഓഫ് വിമൻ ഇൻ ഇസ്ലാം എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പരിപാടിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇസ്ലാമിലെ പെണ്ണുങ്ങൾ മാത്രമല്ല, സമൂഹത്തിലെ മുഴുവൻ പെണ്ണുങ്ങൾക്കും ഉള്ള അവകാശങ്ങളെയാണ് നമ്മളിന്ന് തേടേണ്ടത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. എന്നാൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുകയാണ് നിങ്ങളുടെ സംഘടന എന്നാണ് നിങ്ങളുടെ ഒരു പ്രവർത്തക എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറയണ്ടായി. അപ്പോൾ സ്ത്രീകളെ ഉത്ബുദ്ധരാക്കാനും സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവരെ, ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ, രോഗികളായവരെ എല്ലാം സഹായിക്കാനും ഒക്കെ കരുത്തരായ ഈ സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം സ്ത്രീകളൊക്കെ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകൾ സമൂഹത്തിലേക്ക് മുൻപോട്ട് വന്ന് നമുക്ക് സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്ത്രീനോട് വീഡിയോ എടുക്കണ്ടെന്നൊന്ന് പറഞ്ഞയക്കണേ. വീഡിയോ എടുക്കണ്ടെന്ന് പറയും, ഫോട്ടോ മാത്രം മതി. അപ്പോൾ ഈ പരിപാടിയിൽ വന്നപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷം ഇത്രയധികം സ്ത്രീകളോട് ഒന്നിച്ച് സംസാരിക്കാൻ സാധിച്ചുവല്ലോ എന്നുള്ളതാണ്. അപ്പം ഇന്നിപ്പോൾ കേരളമെങ്ങും മാർച്ച് 8 സാർവ ദേശീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ വനിതാ സംഘടനകൾ, സർക്കാരുകളൊക്കെ തന്നെ രാജ്യത്തുടനീളം മാർച്ച് 8 സ്ത്രീകൾക്ക് വേണ്ടി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇന്നിപ്പോൾ എൻ്റെ 2ാമത്തെ പ്രസംഗമാണ്, ഇനി 2 പ്രസംഗം കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട അത്ര എളുപ്പമാണെന്ന്. സ്ത്രീകളെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. വെറുതെ പോയിട്ട് ഒരു സ്റ്റേജിൽ ചെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയൊന്നും നമ്മളൊരു പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ മാർച്ച് 8 എന്ന് പറഞ്ഞാൽ സർവ്വദേശീയ വനിതാ ദിനം എന്ന് പറയുമ്പം അതെന്താണെന്ന് അറിയാത്ത സ്ത്രീകളും ചിലപ്പോൾ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെക്കുറിച്ചും സംസാരിക്കേണ്ട ആവശ്യമാണ്. അപ്പം അതിൻ്റെ പ്രസക്തി എന്താണ്? 1857 മാർച്ച് 8 ന്യൂയോർക്കിൽ ഒരു തുണിമിൽ സമരം നടന്നത്. ഈ സമരം എന്തിനാണ് നടന്നത്? പുരുഷന്മാർക്കൊരു വേതന, സ്ത്രീകൾക്ക് വേറൊരു വേതനം, അങ്ങനെയാണ്. സ്ത്രീകൾക്ക് മില്ലിൽ പണിയെടുത്താൽ പൈസ കിട്ടിയെങ്കിലായി, ഇല്ലെങ്കിലായി. പുരുഷന്മാർക്ക് മാത്രമേ പൈസ കിട്ടുള്ളൂ. അപ്പോൾ സ്ത്രീകൾ തെരുവിലിറങ്ങി. അക്കാലത്ത് ഓർക്കണം, 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ്. അപ്പോൾ സ്ത്രീകളുടെ വൻ നിര തെരുവിലിറങ്ങിയ സമയത്ത് അവിടെ ലാത്തിച്ചാർജും അവരുടെ വൻ പ്രതിഷേധ മാർച്ചായിരുന്നു. അപ്പോൾ അതിൽ വെടിവെപ്പുണ്ടായി. അങ്ങനെ തെരുവിൽ ചോരപ്പുഴ ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ചരിത്ര സംഭവമാണ്. ഈ ചരിത്ര സംഭവത്തെ ശോണലിപികളിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 1910 കോപ്പൻഹേഗൻ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള വനിതകളുടെ ലോക റിപ്പബ്ലിക് കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഇതിൻ്റെ അധ്യക്ഷയായിട്ടുള്ള ക്ലാര സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുണ്ട്. അവർ പിന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം വേണം, വനിതകളുടെ ദിവസമായിട്ട് മാർച്ച് 8 ആചരിക്കാൻ ഞങ്ങൾക്ക് അവകാശം തരണമെന്ന് പറഞ്ഞപ്പോൾ അത് ലെനിൻ അതിനെ പിന്തുണച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഈ വിമോചന പോരാട്ടത്തിൻ്റെ അവിസ്മരണീയമായ ഓർമ്മയ്ക്കാണ് നമ്മൾ മാർച്ച് 8 ആചരിക്കുന്നത്, പെണ്ണുങ്ങളെ ദിവസമായിട്ട്. സ്ത്രീകൾക്ക് ഇന്ന് സമൂഹത്തിൻ്റെ സമസ്തവും സാരവുമായ മേഖലകളിൽ സ്ത്രീകളുണ്ട്. പക്ഷേ അതൊന്നും പോരാ, ഇനിയും മുന്നോട്ട് പോകണം. ഇപ്രാവശ്യത്തെ എന്താണെന്ന് അറിയാം, ഇപ്രാവശ്യത്തെ നമ്മുടെ മുദ്രാവാക്യം ബാലൻസ് ഫോർ ബെറ്റർ എന്നാണ്. ബാലൻസ്, രണ്ടാളും തുലനം ചെയ്ത്, ആണും പെണ്ണും തുലനം ചെയ്യുക. നമുക്ക് ലിംഗനീതി ഉറപ്പുവരുത്തുക. എന്തിനാണ്? ഫോർ ബെറ്റർ ലിവിങ്, നന്നായി ജീവിക്കാൻ വേണ്ടി. ബാലൻസ് ഫോർ ബെറ്റർ. ഇപ്പം ജെൻഡർ ബാലൻസ് തന്നെയാണ്, ലിംഗനീതി തന്നെയാണ്, ലിംഗതുല്യത തന്നെയാണ് ഇന്നത്തെയും മുദ്രാവാക്യം.
ഇത് ലോകമെമ്പാടുള്ള ഗ്ലോബൽ ക്യാമ്പയിൻ തീം എന്ന് പറയും. IWD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ഒരു ഗ്ലോബൽ ക്യാമ്പയിൻ തീമുണ്ട്. ആ തീമാണിത്. അപ്പോൾ ബാലൻസ് ഫോർ ബെറ്റർ എന്ന് പറയുന്ന ഈ തീമാണ് ഇപ്പോൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇവിടെ വിലമതിക്കപ്പെടുന്നത്. അപ്പോൾ 1911 മുതൽ നമ്മൾ മാർച്ച് 8 വനിതാ ദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട്. എന്നാലും ഈ വനിതകളുടെ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇന്ത്യയിൽ വനിതകളുടെ വളർച്ച അല്ലെങ്കിൽ പുരോഗതി എന്ന് പറയുന്നത് നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവമാണെന്ന് പറയാം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1/2 നൂറ്റാണ്ട് മുൻപ് സ്ത്രീകൾ ഗാന്ധിജിയുടെ വിളി കേൾക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തു. അതിനുശേഷം എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, നമുക്ക് പുരുഷന്മാരോടൊപ്പം വോട്ടവകാശം ലഭിച്ചു. അത് ചെറിയ കാര്യമല്ല. നമ്മൾ വിചാരിക്കും വോട്ടവകാശം ഇപ്പം എന്താണെന്ന്. പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുക പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അനേക വർഷം സമരം ചെയ്തിട്ടാണ് ഈ ഒരു വോട്ടവകാശം അവർക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ അക്കാര്യത്തിൽ മുന്നോട്ടാണ്. പിന്നീട് 1975 മുതൽ 85 വരെ 10 വർഷം വനിതാ ദശകമായിട്ട് UN പ്രഖ്യാപിച്ചപ്പോൾ അപ്പോഴാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യദാഹം ഉണർന്നത്. അവർക്ക് ഞങ്ങൾക്ക് സംഘടന വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരു ബോധം ഉണ്ടായത് അപ്പോഴാണ്. അങ്ങനെയാണ് നമുക്കൊരുപാട് വനിതാ പ്രസ്ഥാനങ്ങൾ നാട്ടിലുണ്ടായത്. അപ്പം എല്ലാ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ന് ഒരുപാട് സംഘടനകൾ കൊണ്ടുവന്നു. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരെ പോരാടുന്നു. അപ്പോൾ അപ്പം ഇന്നിപ്പം നമ്മൾ സ്ത്രീകളുടെ പദവി നമ്മൾ പറയും 2ാം പദവിയാണ് സ്ത്രീകൾക്കുള്ളത്. അത് പുരുഷൻ 1ാം സ്ഥാനത്തായതുകൊണ്ടല്ല, അത് രാജ്യങ്ങളുടെ പുരോഗതി നോക്കിയിട്ടാണ് ലിംഗപദവി പറയുക. ഇപ്പം അമർത്യ സെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുണ്ടായി, അദ്ദേഹം കുറേ രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെ പെണ്ണുങ്ങളുടെ സ്ഥാനം വളരെ താഴെയാണത്രേ. അതെന്താണ്? നമ്മൾ 2ാം പദവിക്കാരാണ്. അത് പുരുഷൻ്റെ താഴെ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അത് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ പദവി 2ാം കിടയാണ്. അതെങ്ങനെയാണ് പദവി പറയുക? അത് ആണും പെണ്ണും തമ്മിലുള്ള സ്വാതന്ത്ര്യം നോക്കിയിട്ടൊന്നുമല്ല. അത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്രമം, ആരോഗ്യം, ശിശുമരണക്കണക്ക്, മാതൃമരണക്കണക്ക്, വിദ്യാഭ്യാസം, ഇതൊക്കെ നോക്കിയിട്ട് ഇതിലൊക്കെ നമ്മൾ എത്ര പുരോഗതി ഉണ്ടോ അത് നോക്കിയിട്ടാണ് നമ്മൾ 1ാം പദവിയാണോ 2ാം പദവിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും 2ാം കിടക്കാർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇനി നമ്മൾ 1ാം കിടക്കാരാവണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. വേറെ ആരും വന്നിട്ടൊന്നും നമുക്കത് ഉണ്ടാക്കി തരില്ല. അപ്പം നമ്മുടെ പുരോഗതി തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു നാടിൻ്റെ പുരോഗതി അറിയണമെങ്കിൽ അവിടുത്തെ സ്ത്രീയുടെ പുരോഗതി അറിഞ്ഞാൽ മതിയെന്ന്. ഒരു നാട് എത്രത്തോളം വികാസം പ്രാപിച്ചിട്ടുണ്ടോ, പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ നാട്ടിലുള്ള സ്ത്രീകളുടെ നില എന്തെന്ന് അറിഞ്ഞാൽ മതിയെന്ന് എപ്പോൾ പല രാജ്യങ്ങളിൽ പോകുമ്പം ഞാൻ അത് ആലോചിക്കാറുണ്ട്. അപ്പോൾ പല നാട്ടുകളിലൊക്കെ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഞാൻ പോയ സമയത്ത് അവിടുത്തെ സ്ത്രീകളൊക്കെ ഇപ്പം അവരൊക്കെ വലിയ തുല്യനീതിയാണ്. കാരണം പുരുഷന്മാർ വീട്ടിലുള്ള അച്ഛൻ പിതാവ് ശകാരിച്ചാൽ മതി, മകൾക്ക് കേസ് കൊടുക്കുക. മകളൊരു ഫോൺ ചെയ്താൽ അവിടെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരും. നീ അത് ചെയ്യണ്ട, നീ ഇന്ന് ആ ഡ്രസ്സ് ഇടണ്ട, ഈ ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യത്തിന് കയ്യേറ്റം ചെയ്യല്ലേ. അതിന് വരെ അവിടെ നീതി കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ആ സ്ത്രീകളുടെ നീതി. നമുക്കൊന്നും ആ നീതിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ പറ്റിയാൽ മതിയിരുന്നു. അതേപോലെ നമ്മൾ ആക്രമിക്കപ്പെടാതെ തെരുവിൽ ധൈര്യത്തോടെ ഇറങ്ങി ജോലി ചെയ്യാനും വിദ്യാഭ്യാസം നേടാനൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. അതത്രയൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ നാട്ടിനേക്കാൾ എത്രയോ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിലെ സ്ത്രീകൾ. അവരൊക്കെ രാത്രി 1 മണി 2 മണിക്കൊക്കെയാണ് പുറത്ത് പോകുന്നത്. അവർ ട്രെയിനിൽ പോകുന്നു. ഇപ്പം നമ്മൾ ഡൽഹിയിലെ പെൺകുട്ടി എന്താണ് രാത്രി പോയതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് പറഞ്ഞത്. പക്ഷെ അവരൊക്കെ എങ്ങനെ 1 മണി 2 മണിക്കൊക്കെ ഒറ്റയ്ക്ക് മെട്രോ സ്റ്റേഷനിൽ പോകുന്നു, അവർ യാത്ര ചെയ്യുന്നു. അതേപോലെ ഷിഫ്റ്റായിരിക്കും ജോലി. ഇപ്പം നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഉള്ള കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ. രാവും പകലും ജോലിയാണ് ആ കുട്ടിയൊക്കെ. രാത്രി 10 മണിക്കും 12 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുക. പക്ഷെ അവിടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് പെൺകുട്ടികൾ ചിലപ്പം പുലർച്ചയ്ക്ക് 4 മണിക്കായിരിക്കും എത്തുക.
അവർ ആ ട്രെയിനിൽ കയറുന്നു, അവർ ജോലി ചെയ്ത് വീട്ടിലെത്തുന്നു, ജോലി കഴിഞ്ഞ് പോകുന്നു, അങ്ങനെയുള്ള. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം കൂടെ ഇല്ല. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിൽ ശ്വാസം കഴിക്കാൻ കഴിയാണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടാതെ അവനവൻ ഇഷ്ടപ്പെട്ടതൊന്നും ചെയ്യാൻ കഴിയാത്ത ആ പെണ്ണുങ്ങൾ എത്രയോ ഉണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് എന്താ അറിയോ, ഈ എപ്പോഴും സ്ത്രീകൾക്ക് വിട്ടുമാറാത്ത തലവേദന, തലകറക്കം, BP, അതേപോലെ പിന്നെ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ, ഇതൊക്കെ ഉണ്ടാവാൻ കാരണം അവരുടെ വീർപ്പ് മുട്ടി ജീവിക്കുന്നതുകൊണ്ടാണത്രേ. അപ്പോൾ അത് വീട്ടിലുള്ളവർ മനസ്സിലാക്കൂല. സൂക്കടാകുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, പക്ഷെ ഇവരെ തലവേദന ഒരിക്കലും മാറില്ല. കാരണം ഇവർക്ക് ഒരു സ്ത്രീക്ക് സ്ത്രീയായി ജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു തലവേദനയാണത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അപ്പം എന്താ വെച്ചാൽ അവർ ശബ്ദം, അവരുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവർ ഒച്ച ഉണ്ടാക്കുമ്പോൾ, അവർ മിണ്ടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വായ് പൊത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നാവിന് കടിഞ്ഞാണിടുന്ന തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ എല്ലാ ജാതി മതത്തിലുമുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും അതുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകളെ പോലും എൻജിനീയറിങ് പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ കഴിയാണ്ട് കരഞ്ഞ് ജീവിക്കുന്ന ഒരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടി റാങ്ക് കിട്ടിയ കുട്ടിയാണ്. പക്ഷേ നീ ജോലിക്കൊന്നും പോകണ്ട, എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, നല്ല പൈസ ഉണ്ട്, കുട്ടികളെ നോക്കി അവിടെ ഇരുന്നോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉള്ള എത്രയോ കുട്ടികളുണ്ട്. ഡോക്ടറായിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ ഗൾഫിൽ ജീവിക്കുന്നൊരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നർത്തകിയായിട്ടുള്ളൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് പറയുക. നടിയായിട്ടുള്ള പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കാൻ പോകണ്ടെന്ന് പറയും. ഇതൊക്കെ അവരുടെ ആത്മാവിനെ കടിഞ്ഞാണിടുകയാണ്. അവരെല്ലാണ്ടാക്കി മാറ്റുന്നൊരു തരം പ്രവൃത്തിയാണിത്. അപ്പോൾ ഇന്നിപ്പോൾ കരയുന്ന പെണ്ണുങ്ങളെയൊന്നും ആവശ്യമില്ല. ഇനി അങ്ങോട്ട് സമൂഹത്തിൽ കരയുന്ന വാക്കുകളല്ല, കത്തുന്ന വാക്കുകളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ അതേപോലെ പുരുഷന്മാർക്ക് എപ്പോഴും അവനവൻ്റെ ഭാര്യമാർ സുന്ദരികളായിരിക്കണം, അതൊക്കെ വേണം. പക്ഷേ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. രാവും പകലും പണിയല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് എന്നാൾ ഞങ്ങളെ കണ്ടുമുട്ടി. അപ്പം ഈ സ്ത്രീ കുറച്ച് തടിച്ചിട്ടാണ്, ഞാനും തടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവർ പറയാണ്, അല്ല സുധീരാജി, എങ്ങനെ എൻ്റെ ഭാര്യനെ നോക്കി എന്തൊരു ദുർമേധസ്സാണ്, അതിൻ്റെ മുടി നരച്ചേ കണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ മുടി തരെ നരച്ചിട്ടില്ല, പാരമ്പര്യമാണ്, എനിക്ക് ഡൈ ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, ഇനി ഉണ്ടെങ്കിലും ഡൈ ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ഇവിടെയൊക്കെ നരണ്ടെങ്കിലും അമ്മയ്ക്ക് നരച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് നരയ്ക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ ഭാര്യേനെ പുച്ഛിച്ച് സംസാരിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ല അത്. അപ്പം ഭാര്യ പിന്നെ എന്നെ ഫോൺ ചെയ്തിട്ട് കരയാണ്. എൻ്റെ സ്നേഹിതയായിരുന്നു, എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറയണേ, ഞാൻ എങ്ങനെയാണ് സുന്ദരിയായിട്ടിരിക്കുക, ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി 12 മണിക്കാണ് ഉറങ്ങുക. അതുവരെ കുട്ടികൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, വീട്ടിലെ പണി മുഴുവൻ എടുക്കുക, ജോലിക്കാരില്ല. അങ്ങനെ ഞാൻ എൻ്റെ മുടി നരയ്ക്കുന്നതും എൻ്റെ ശരീരം നിർമേധസ് വന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം അദ്ദേഹം പറഞ്ഞപ്പോഴാണ്, അദ്ദേഹത്തിന് ഞാൻ സുന്ദരിയാവും വേണം, എന്നാലും ജോലിക്കൊട്ട ആളെ വെക്കൂല്ല. നിനക്ക് എന്താ പണി വീട്ടിൽ നിന്നാണ് ചോദിക്കുകയെന്ന്. ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ നിലം തുടയ്ക്കലും അടിച്ചു വാരലും, ഒരു ഇപ്പം വീട്ടിൽ ഹൗസ് വൈഫാന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ ജോലിയുള്ളവർ. അപ്പം ഞാനിപ്പം ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്ത ആളാണ്. അപ്പം ഞാനെന്താ രാവിലെ 9 മണിയുടെ ഉള്ളിൽ കഴിയുന്ന പണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഓടും ജോലിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഒപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ രാവും പകലും പണിയെടുത്ത് വീട് അങ്ങനെ ഇതാക്കി വെക്കുമല്ലോ ഭാര്യമാർ. അതൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ് ഉള്ളത്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പം ഇന്നിപ്പോൾ എല്ലാ നിലയിലും, എല്ലാ സമൂഹത്തിൻ്റെ സകലവുമായ മേഖലകളിൽ സ്ത്രീകളുണ്ട്. മുസ്ലിം സ്ത്രീകളൊക്കെ എത്താത്ത സ്ഥലങ്ങളില്ല. ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ ബേനസീർ ഭൂട്ടോ ആയിരുന്നല്ലോ പ്രധാനമന്ത്രി വരെ. അപ്പോൾ അങ്ങനെ അത്രയും സ്ത്രീകളെത്താത്ത സ്ഥലങ്ങളില്ല. ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ജഡ്ജിയായിട്ടും പൈലറ്റായിട്ടും ശാസ്ത്രജ്ഞയായിട്ടും അതുപോലെ പിന്നെ സമൂഹത്തിൽ ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെയൊക്കെ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് സമൂഹം ആദരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടുന്നത്. സമൂഹം നമുക്ക് ആദരവ് തരുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രയാവുന്നത്. അപ്പോൾ പഴയ പോലെയൊന്നും സ്ത്രീകളെയൊന്നും അങ്ങനെ ഒതുക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. ഇപ്പം സമൂഹത്തിന് പെണ്ണാണ് അവിടെ മിണ്ടാതിരുന്നോ എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം സ്ത്രീകളെ ശബ്ദം ഉയർന്നു കഴിഞ്ഞു. അപ്പം ഒതുക്കി കളയാൻ പറ്റുന്നില്ല. അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ പെരുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ ഒരു സ്ത്രീനെ
കുളത്തിൽ തള്ളിയിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കാനില്ലായിരുന്നു. മുങ്ങി മരിച്ചു എന്ന് പറയും. ഭർത്താവ് ചവിട്ടിക്കൊന്നല്ല, വീട്ടിലുള്ള ആരെങ്കിലും മുതിർന്ന ആളുകൾ ചവിട്ടിക്കൊന്ന് കുളത്തിലെറിഞ്ഞ് എത്ര സംഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ആരും ചോദിക്കാനുണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. എന്തെങ്കിലും ഒരു അക്രമം ആരുടെ നേരെ ഉണ്ടായാലും ചോദ്യം ചോദിക്കാൻ ആളുണ്ട്. അപ്പം ഇന്ന് സ്ത്രീകൾക്ക് എന്താ ഇല്ലാത്തതെന്നറിയോ? അവനവൻ ആരാന്നറിയില്ല. അതാണ് നമ്മൾ അറിയേണ്ടത് ആദ്യം. അപ്പം നമ്മൾ പറയുകയാണ് എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് അതില്ല ഇതില്ല. പക്ഷെ നമ്മൾ തന്നെ ഉള്ളിൽ അടിമയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ അടിമയായിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ അടിമയാണ്. നമ്മുടെ ഉള്ളിലൊരു അടിച്ചമർത്തപ്പെട്ടൊരു സ്ത്രീയുണ്ട്. അതിൻ്റെ അകത്ത് സടകുടഞ്ഞ് എണീക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഞാനൊക്കെ അതിന് അപവാദാട്ടോ. ഞാനൊക്കെ അതിൻ്റെ അകത്ത് ആ അടിമത്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആളാണ്. ആദ്യമൊന്നും എനിക്ക് എഴുതാൻ പറ്റൂലായിരുന്നു. വീട്ടിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടാണ് ഞാൻ എഴുതിയിരുന്നത്. വിശ്വസിക്കുമോ അങ്ങനെ പറഞ്ഞാൽ? ഇപ്പം ഞാൻ 66 ബുക്ക് എഴുതി. അപ്പോൾ എന്താ വെച്ചാൽ അന്നൊക്കെ എൻ്റെ ഭർത്താവ് നേരം വഴിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി വരുമ്പോഴേക്ക് ഞാൻ കുട്ടിയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് വേഗം എഴുതാനിരിക്കും. ഒരു കസാലയിൽ ഇരുന്ന്, ബെഡ്റൂമിൻ്റെ മൂലയിലിട്ടൊരു കസാലയിൽ ഇരുന്നിട്ട് ഒരു ബോർഡ് വെച്ചിട്ടാണ് ഞാൻ എഴുതുക. അപ്പം ബെല്ലടിക്കുമ്പോൾ, കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വേഗം എഴുതിയത് കട്ടിലിൻ്റെ അടിയിലേക്ക് ഒളിച്ചു വെക്കിയിരുന്നു ഞാൻ. അങ്ങനെ എഴുതിയിട്ട് ആ എതിർപ്പിനൊക്കെ പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്നെ മനസ്സിലായി ഞാൻ എഴുതാതിരിക്കൂലെന്ന്. അങ്ങനെ എനിക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നു എഴുതി തുടങ്ങിയതിന് ശേഷം. പുരസ്കാരം കിട്ടിയതിന് ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ എഴുത്തിൻ്റെ മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. എഴുത്തുകാരി ആവുക എന്ന് പറഞ്ഞാൽ അത്ര വേഗം വീട്ടുകാരൊന്നും സമ്മതിക്കില്ല. നമ്മൾ എഴുതുന്ന തീം ഇതൊക്കെ അവരെ ബാധിക്കും. അപ്പോൾ ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ എഴുതുന്നുണ്ട് കേട്ടോ. മുസ്ലിം പെൺകുട്ടികളൊക്കെ ഞാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക. കാരണം എഴുതാനുള്ള വാസന ഉള്ളവർ, സർഗ്ഗവാസന ഉള്ളവർ എഴുതണം. നൃത്തം ചെയ്യാൻ കഴിവുള്ളവർ നൃത്തം ചെയ്യണം. ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, സ്ത്രീകൾക്കെതിരായി നടക്കുന്ന സംഭവങ്ങൾ. അപ്പം ഇപ്പോൾ എത്രയോ സ്വാതന്ത്ര്യം ഇന്നും നമ്മൾ നേടിക്കഴിഞ്ഞു. പഴയ കാലത്തെ പോലെ ഒന്നുമല്ല. പൂർവ്വകാലത്തെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ വിലകെട്ടൊരു ജീവിതമായിരുന്നു പണ്ട് സ്ത്രീകൾക്ക് വീട്ടിൻ്റെ അകത്ത്. അപ്പം എൻ്റെ അമ്മയൊക്കെ എത്രയോ പുരോഗമനവാദിയായിരുന്നു. എന്നിട്ടും എനിക്ക് തോന്നുന്നു അമ്മയ്ക്കൊക്കെ വിലകെട്ട ജീവിതമായിരുന്നു. കാരണം കുറേ കുട്ടികൾ, 5-6 കുട്ടികളെ പ്രസവിക്കുക, ഇവരെയൊക്കെ നോക്കുക, ഭക്ഷണം കൊടുക്കുക. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസി, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വൊമിറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാണ്ട് അടുക്കളയിൽ പണിയെടുക്കുക, വിറക് കീറുക. അന്ന് അതൊക്കെയാണല്ലോ. അന്ന് പറയുമ്പോൾ സമ്പന്ന ഗൃഹത്തിലെ സ്ഥിതി അതായിരുന്നു. അന്ന് ജോലി ചെയ്യാൻ ആളുണ്ട്, ജോലിക്കാരികളൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ പറയുകയാണ് എല്ലാവർക്കും കൂട്ടുകുടുംബമായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല എന്ന്, കറിയൊന്നും ഉണ്ടാവില്ല, അത്ര ഉണ്ടാക്കും. വലിയ കുടുംബമല്ലേ. അപ്പോൾ ഓരോരുത്തരധികം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഗർഭിണിയായിട്ടുള്ള ഈ സ്ത്രീക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഒന്നും ആളില്ല. ഇപ്പോഴാണെങ്കിൽ ഭർത്താക്കന്മാർ മസാല ദോശ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കും. അന്നൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഒരു തരം വിലകെട്ട ജീവിതം. അപ്പോൾ വിശാല വിഹായസിലേക്ക് ഉള്ള ജാലകം അന്ന് അവൾക്ക് ആരും തുറന്നു കൊടുത്തിരുന്നില്ല. അവൾ ജീവിച്ചു, കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു, അവർക്ക് വേണ്ടി പ്രയത്നിച്ചു, പിന്നെ മരിച്ചു. സ്വന്തം ലോകം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അമ്മയൊക്കെ നല്ലോണം വായിക്കായിരുന്നു കേട്ടോ. ഒരുപാട് കഷ്ടം അനുഭവിച്ചെങ്കിലും വായിക്കായിരുന്നു. വലിയ വീട്ടിലായതുകൊണ്ട് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവനവനെ നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചും പോയി. അതുകൊണ്ട് ഇപ്പം എൻ്റെ അമ്മ മരിച്ചിട്ട് കുറേ കൊല്ലമായി, ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പം ഞാൻ പറയാം, അപ്പോഴും അമ്മ എന്നോട് പറയുന്നത് നമ്മൾ ആരുടെ മുന്നിലും തല കുനിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നുണ്ട്. അപ്പം അന്ന് ജൈവപ്രകൃതിയാലും പുരുഷനാലും ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഫാക്ടറികളായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായിട്ട് മാറിയ സ്ത്രീകളുണ്ടായിരുന്നു. ഇന്നുണ്ട് കേട്ടോ അങ്ങനത്തെ. എൻ്റെ ഭാര്യ ഇപ്പം എന്താണ്, അതിന് കുറേ കുട്ടികളുണ്ട്, ഓൾ അതിനു വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അടുത്ത ദിവസം. അതിനെന്താണ്, ഓക്കെന്താ വേറെ പണിയെന്ന്, വീട്ടിൽ കുറച്ച് കുട്ടികളെ നോക്കിയിരുന്നാൽ പോരാ. അപ്പോൾ അതല്ല, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിന് നമുക്ക് വലിയ അഭിമാനമാണുള്ളത്. നമ്മൾ ഫാക്ടറിയിൽ നിന്നൊന്നും നമ്മൾ സമ്മതിക്കില്ല. കാരണം ഒരു കുട്ടിയെ നമ്മൾ ഒരു ജീവനോട് കൂടെ ഒരു ജീവനുള്ള ഒരു കുട്ടിയെ നമ്മൾ ശരീരത്തിൽ വഹിക്കുന്നു, അതുപോലെ ആ കുട്ടിക്ക് ജീവൻ കൊടുക്കുന്നു, അതിനെ വളർത്തുന്നു, അതിന് ബുദ്ധിയും വിവേകവും കൊടുത്ത് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതൊരു അത്യധ്വാനം തന്നെയാണ്. അപ്പം അതിലൊക്കെ നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ അമ്മമാരന്ന് 8ഉം 10ഉം പ്രസവിച്ച അമ്മമാരുണ്ട്. ലളിതാംബിക അന്തർജനത്തിന് 10ലധികം കുട്ടികളുണ്ടായിരുന്നു. അവർ ഒരു കുട്ടിയെ മടിയിലിരുത്തി മറ്റേ കുട്ടിയെ തൊട്ടിലാട്ടുകയും, വയറ്റിൽ വേറൊരു കുട്ടി ഉണ്ടാവും, മടിയിലൊരു കുട്ടി ഉണ്ടാവും, തൊട്ടിൽ വേറൊരു കുട്ടി ഉണ്ടാവും. ഒരു കൈ കൊണ്ട് തൊട്ടിലാട്ടുകയും മറ്റേ കൈ കൊണ്ട് എഴുതുകയും ചെയ്തിരുന്നു. എവിടെ ഇരുന്നിട്ടാണ് എഴുതുക? വാതിൽപ്പടീൻ്റെ മേലെ. അന്നൊക്കെ വാതിൽപ്പടി ഉണ്ടാവുമല്ലോ, ഒരു വാതിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് കടക്കുന്ന ആ പടിയിലിരുന്നിട്ടായിരുന്നു അവരന്ന് എഴുതിയിരുന്നത്.
അപ്പോൾ അതുപോലുള്ള സ്ത്രീകൾ നമുക്കുണ്ട്. അപ്പോൾ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ധീരരാവണം, വിദ്യാഭ്യാസവും ആത്മാഭിമാനമുള്ള സ്ത്രീകളാവണം. വിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു അർത്ഥത്തിലാട്ടോ പറഞ്ഞത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തു നിന്നും കലാലയത്തു നിന്നും കിട്ടുന്നൊരു വിദ്യാഭ്യാസം ഉണ്ട്. അതിനുപരിയായിട്ട് നമ്മളെ തിരിച്ചറിയുന്നൊരു വിദ്യാഭ്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താൻ ആര് എന്നൊരാരായൽ, തൻ്റെ ഐഡൻറ്റിറ്റിയുടെ അന്വേഷണം നടത്തുന്ന ഒരു തരം വിദ്യയുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്ത്രീത്വം അല്ലെങ്കിൽ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മുടെ രക്ഷാ കവചം നമ്മൾ തന്നെ ആവണം. നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അഭിമാനത്തെ, മാനുഷിക സത്തയെ ആദരിക്കുവാൻ സമൂഹവും തയ്യാറാവണം. കാരണം സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അതിലാണും പെണ്ണും ഒക്കെ പെടും. എല്ലാവരും നമ്മളെ മാനിക്കണം. കാരണം നമ്മൾ മാനിക്കപ്പെടേണ്ടവരാണ്, മാനിക്കപ്പെടേണ്ട ജീവിതമാണ് നമ്മുടേത്. അപ്പം നമുക്കൊന്നും രാഷ്ട്രീയത്തിലൊന്നും വലിയ സ്ഥാനമില്ല കേട്ടോ. നാളെ ലീലാവതി ടീച്ചർ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ടീച്ചർ പറയും, എനിക്കിനിപ്പോൾ 90 വയസ്സായി, ആരെന്ത് പറയാനാണ്, സ്ത്രീകളെ ഒരു കാലത്തും സ്ത്രീക്കൊരു മുഖ്യമന്ത്രി ആവാൻ ഇന്നാട്ട് പറ്റൂല, അവിടെ പുരുഷന്മാരെ കയറിയിരുന്നോളുന്നു. അപ്പം മറ്റ് രാജ്യങ്ങളിലും സ്ഥിതി അത് തന്നെ. ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ സ്ത്രീക്ക് രാഷ്ട്രീയമായിട്ട് വലിയ സ്ഥാനമൊന്നുമില്ല. അവിടെ അവൾ രണ്ടാന്തരം പൗരയാണ്. ഇപ്പോൾ രാഷ്ട്രമീമാംസ, അതായത് പൊളിറ്റിക്സിൽ വലിയ സ്ഥാനമൊന്നുമില്ല, അതൊരു പുരുഷ വിഷയമാണെന്നാണ് ധാരണ. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഇതൊക്കെ കടന്നുപോയി. അവരൊക്കെ സ്ത്രീകളെ മറന്നുകൊണ്ടാണ് ഈ വിപ്ലവങ്ങളൊക്കെ കടന്നുപോയത്. അപ്പോൾ പെൺകുട്ടികൾ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. അവിടെ ആരാണ് മൈനുകൾ പതിയിരിക്കുന്ന പോലെ, എവിടെയാണ് മൈന് പൊട്ടുക എന്നറിയില്ല. സ്വന്തം വീട്ടിൽ നിന്നാണോ, അല്ലെങ്കിൽ അധ്യാപകനിൽ നിന്നാണോ, അല്ലെങ്കിൽ പിന്നെ റോഡിലാണോ, ബസ്സിലാണോ, വിമാനത്തിലാണോ, എവിടെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സമൂഹത്തിൽ പോലീസിൻ്റെ കടമയല്ല ഇതൊക്കെ നോക്കേണ്ട കാര്യം, പോലീസിൻ്റെ മാത്രമല്ല, ഇതൊക്കെ ഓരോ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും ചുമതലയാണെന്നാണ് എനിക്ക് മനസ്സിലാവുക. തൻ്റെ മക്കളെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ, മറ്റൊരു പെൺകുട്ടിയെ എങ്ങനെ ആദരിക്കണം, നമ്മളെങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഓരോ പെൺകുട്ടിയും, ഡോക്ടർ ഒരു ദിവസം പറയായിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് പറയാണ്, ഒരു പെൺകുട്ടിയും പുരുഷന്മാരും തമ്മിലുള്ള അകലം 1/2 മീറ്ററാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടിലുള്ള ഒരു പെൺകുട്ടിയും മറ്റുള്ള ഒരു അച്ഛനോ ആരോ ആവട്ടെ, ഒരു 1/2 മീറ്ററാണ് എത്രയാണ് വ്യത്യാസം. ആ 1/2 മീറ്ററിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല ഡോക്ടർ പറയാം. അതിന് ഡോക്ടർക്കും അമ്മയ്ക്കും മാത്രമേ അതിന് അധികാരമുള്ളൂ, അത്ര അടുത്ത് പോകാൻ. അതാണ് ആ അകലം നമ്മൾ പാലിക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം നമുക്ക് കുറേ നിയമങ്ങളുണ്ട് കേട്ടോ. സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ, ഒരു നോട്ടം കൊണ്ട് വരെ നമ്മളെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കടലാസിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ, പോലീസ് വന്ന് പിടിച്ചോളും. അതേപോലെ നമുക്ക് വഴിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നമ്മളൊന്ന് ഫോൺ ചെയ്താൽ മതി. ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പോലീസ് ഹെൽപ്പ് ലൈനുകളുണ്ട്, അപ്പം തന്നെ അവർ വന്ന് പിടിക്കും. അപ്പോൾ പോലീസ് ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാനും നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിൽ ആരെയും നമ്മുടെ അനുവാദം ഇല്ലാതെ തൊടാൻ അനുവദിക്കരുത്, നമ്മളെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു സ്ത്രീ, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാറുണ്ടേ, ഒരു കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി നീറി മരിക്കാനല്ല എൻ്റെ ജന്മം, അതിന് പകരം 1000 പേർക്ക് വേണ്ടി ജീവിച്ച് മരിക്കാനാണ്. അപ്പം നമുക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ജീവിച്ച് മരിക്കാൻ നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ നന്മയേക്കാൾ വലിയ നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.